ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പരിശുദ്ധാത്മാവിനോടുള്ള പ്രാർത്ഥനയെക്കുറിച്ച് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു. പ്രാർത്ഥിച്ചോ എല്ലാവരും? എല്ലാ ദിവസവും രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ ഉടനെ ഈ പ്രാർത്ഥന ചൊല്ലണം. പരിശുദ്ധാത്മാവിനെ കുറിച്ചുള്ള ആ പാഠത്തിൻ്റെ രണ്ടാമത്തെ ഭാഗത്തിലേക്ക് നമ്മളിന്ന് പ്രവേശിക്കുകയാണ്. ഇന്നും നമ്മൾ പരിശുദ്ധാത്മാവിനെ കുറിച്ച് തന്നെയാണ് പഠിക്കാൻ പോകുന്നത്. പ്രാർത്ഥിച്ചിട്ട് തുടങ്ങാമല്ലേ? കൈകൾ കൂട്ടിപ്പിടിച്ചേ. നിങ്ങളിരിക്കുന്ന സ്ഥലത്ത് തന്നെ ഇരുന്ന് കണ്ണടച്ച് നമ്മുടെ നാലാമത്തെ പാഠത്തിൻ്റെ ആദ്യത്തെ പേജിൽ കാണുന്ന ആ ചിത്രം മനസ്സിൽ കൊണ്ടുവരിക. പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ മേൽ എഴുന്നള്ളി വരണമേ, ഞങ്ങളെ നയിക്കണമേ, ഞങ്ങളിൽ വന്ന് നിറയണമേ, ഞങ്ങളെ പഠിപ്പിച്ചു തരണമേ. ആമേൻ. പരിശുദ്ധാത്മാവിൻ്റെ ദാനങ്ങളും വരങ്ങളും ഫലങ്ങളുമൊക്കെ കാണാതെ പഠിച്ചില്ലേ? പ്രത്യേകിച്ചും ദാനങ്ങളും ഫലങ്ങളും ഒക്കെ പഠിക്കണം. കാരണം നമുക്ക് ഓരോ പാഠത്തിൻ്റെയും കൂടെ ഓരോ നമസ്കാരങ്ങൾ പഠിക്കാനുണ്ട്. നമ്മളുടെ സെമസ്റ്റർ എക്സാമിനും മിഡ് ടേം എക്സാമിനൊക്കെ ഇത് വരും. പഠിച്ച് പരീക്ഷ എഴുതൽ മാത്രമല്ല കേട്ടോ നമ്മുടെ ജീവിതത്തിൻ്റെ ലക്ഷ്യം. പരിശുദ്ധാത്മാവിന് വേണ്ടി ഒരു ദാഹം നമുക്കുണ്ടാകണം. ഈ പാഠം പഠിച്ചു കഴിയുമ്പോഴേക്കും പരിശുദ്ധാത്മാവ് നയിച്ച വ്യക്തികളുടെ ജീവിതത്തിൽ കൂടെ കടന്നു പോകുമ്പോൾ നമ്മുടെ ജീവിതത്തിന് തന്നെ ഒരു സന്തോഷം തോന്നണം, ഒരു ഉണർവ് തോന്നണം, ജീവിക്കാൻ ഒരു തീക്ഷ്ണത തോന്നണം. പരിശുദ്ധാത്മാവ് ഉള്ള വ്യക്തികൾ ഒരിക്കലും മടി പിടിച്ചിരിക്കില്ല, ഉറക്കം തൂങ്ങിയിരിക്കില്ല, കരഞ്ഞു നടക്കില്ല, ടെൻഷൻ പിടിച്ച് നടക്കില്ല. ഇതൊന്നും ദൈവത്തിൻ്റെ മക്കൾക്ക് ഉള്ള കാര്യമല്ല. അതുകൊണ്ട് എന്നും പ്രാർത്ഥിക്കണം. നമുക്ക് ക്ലാസ്സിലേക്ക് കടന്നു വരാം. ഇന്നത്തെ നമ്മുടെ പാഠം രണ്ടാം ഭാഗം തുടങ്ങുന്നത് പീഡനങ്ങളിലും സഹനങ്ങളിലുമൊക്കെ നയിക്കുന്ന പരിശുദ്ധാത്മാവിനെ കുറിച്ചിട്ടാണ്. അപ്പോസ്തലന്മാരുടെ പ്രവർത്തനങ്ങൾ എന്ന പുസ്തകത്തിൻ്റെ 7-ാം അധ്യായത്തിൽ നമ്മളൊരു സംഭവം വായിക്കുന്നുണ്ട്. ആരാ സഭയിലെ ആദ്യത്തെ രക്തസാക്ഷി? ഒന്ന് പറഞ്ഞേ. നിങ്ങൾക്കൊക്കെ അറിയാം ആരാണ്? സ്തേഫാനോസ്. ഒന്ന് എഴുതി വെച്ചേ. ഏതുറക്കത്തിൽ ചോദിച്ചാലും നമുക്കിത് കിട്ടണം. കാരണം നമ്മുടെ മൂത്ത ചേട്ടനാണ്. ഈശോയ്ക്ക് വേണ്ടി മരിച്ച ദൈവത്തിൻ്റെ മകനാണ് സ്തേഫാനോസ്. സ്റ്റീഫൻ. നിങ്ങളിൽ ആർക്കെങ്കിലുമൊക്കെ പേരുണ്ടാകും, നിങ്ങളുടെ പപ്പമാർക്കൊക്കെ പേരുണ്ടാകും. സ്റ്റീഫൻ. സ്റ്റീഫൻ എന്ന് കേൾക്കുമ്പോൾ തന്നെ അഭിമാനം തോന്നണം. ഈശോയ്ക്ക് വേണ്ടി മരിച്ച ആദ്യത്തെ രക്തസാക്ഷി പുതിയ നിയമത്തിൽ. ഈ സ്തേഫാനോസ് ദൈവത്തിൻ്റെ ആത്മാവിനാൽ നിറഞ്ഞ് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുമ്പോൾ ശത്രുക്കളുടെ എണ്ണം കൂടി. അത് ഉറപ്പാണ് കേട്ടോ. ദൈവത്തിന് വേണ്ടി ഇറങ്ങി പ്രവർത്തിച്ചാൽ ദൈവത്തിനെതിരായി നിൽക്കുന്നവർ നമ്മുടെ ശത്രുക്കളായിട്ട് മാറും. പക്ഷേ മറ്റു ശത്രുക്കളെ പേടിക്കുന്നത് പോലെ ഒരു പേടി നമുക്കുണ്ടാവില്ല. അതാണ് ഇതിൻ്റെ പ്രത്യേകത. അങ്ങനെ സ്തേഫാനോസ് ദൈവത്തിൻ്റെ സുവിശേഷം പ്രസംഗിച്ചുകൊണ്ട് നടക്കുമ്പോൾ കല്ലെറിഞ്ഞു കൊല്ലാൻ അവർ തീരുമാനിക്കുകയാണ്. യാതൊരു കുലുക്കവും സ്തേഫാനോസിനില്ല. നിങ്ങൾ ടെക്സ്റ്റ് ബുക്ക് ഒന്ന് കയ്യിലെടുത്തേ. നോട്ട്ബുക്ക് കയ്യിലുണ്ടല്ലോ അല്ലേ? 31-ാമത്തെ പേജിൽ ആദ്യത്തെ പാരഗ്രാഫിൽ പറയുന്നു, കല്ലെറിഞ്ഞു കൊല്ലാനായി ജനം പാഞ്ഞെടുത്തപ്പോൾ സ്തേഫാനോസ് എന്താ ചെയ്തതെന്ന് വായിച്ചു നോക്കിക്കേ. പുസ്തകത്തിൽ അണ്ടർലൈൻ ചെയ്ത് വെക്കണേ, അടിവരയിട്ട് വെക്കണം. ശാന്തനായി പ്രാർത്ഥിച്ചുകൊണ്ട് രക്തസാക്ഷിത്വം വരിക്കാൻ സ്തേഫാനോസിന് ശക്തി ലഭിച്ചു. ആരാ ശക്തി കൊടുത്തത്? ഒന്നുറക്കി പറഞ്ഞ എൻ്റെ കൂടെ. പരിശുദ്ധാത്മാവ് ശക്തി കൊടുത്തു. സ്തേഫാനോസിന് ശക്തി പകർന്നത് പരിശുദ്ധാത്മാവ്. ഇനി സാവൂൾ, മറ്റൊരു വ്യക്തി. ഈ സ്തേഫാനോസിനെ കൊല്ലുന്നതിന് കൂട്ടുനിന്ന വ്യക്തിയാണ് സാവൂൾ. ഈ സാവൂള് പിന്നീട് പരിശുദ്ധാത്മാവിനാൽ സ്പർശിക്കപ്പെട്ട്
ദൈവത്തിൻ്റെ പ്രിയ ശിഷ്യനായിട്ട് മാറി. ഇവരെയൊക്കെ നയിച്ചത് പരിശുദ്ധാത്മാവാണ്. ഇനി പരിശുദ്ധാത്മാവിൻ്റെ ആലയം അതെന്താ? നമ്മുടെ ശരീരം ഈ പുസ്തകവുമായി ബന്ധപ്പെട്ട് പഠിക്കുമ്പോൾ അത് സഭയാണ്. നമ്മൾ സഭയിലെ അംഗങ്ങളല്ലേ? സഭയാണ് പരിശുദ്ധാത്മാവിൻ്റെ ആലയം. ഈ പരിശുദ്ധാത്മാവ് നയിക്കുന്ന സഭയിലെ അംഗങ്ങളായിരിക്കുന്ന നമ്മോട് വിശുദ്ധ സ്ലീഹായിലൂടെ, ഈ വിശുദ്ധ സ്ലീഹ എന്നൊക്കെ പറയുമ്പോൾ അത് ഇവിടേക്ക് ഉദ്ദേശിക്കുന്നത് പൗലോസ് സ്ലീഹായിനെയാണ്. പൗലോസ് സ്ലീഹായിലൂടെ പരിശുദ്ധാത്മാവ് പറയുന്നുണ്ട്, ഇനി ശ്രദ്ധിക്കണം, നമ്മൾ എന്നും സൂക്ഷിക്കേണ്ട ഒരു കാര്യം ഇതാണ്, നിങ്ങൾ ദൈവത്തിൻ്റെ ആലയമാണ്, ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നു. ഒന്ന് എഴുതി വെച്ചേ നോട്ട്ബുക്കില്. ഇങ്ങനെ എഴുതണം, ഞാൻ ദൈവത്തിൻ്റെ ആലയമാണ്, ദൈവത്തിൻ്റെ ആത്മാവ് എന്നിൽ വസിക്കുന്നു. അഭിമാനത്തോടു കൂടി നമ്മൾ പറയണം, ഞാൻ ദൈവത്തിൻ്റെ ആലയമാണ്. അതുകൊണ്ട് നമ്മൾ തിന്മ ചെയ്യാൻ പാടുണ്ടോ? ഇല്ല. നുണ പറയാൻ പാടുണ്ടോ? ഇല്ല. ആരെങ്കിലും ഉപദ്രവിക്കാൻ പാടുണ്ടോ? കാരണം എൻ്റെ ഉള്ളിൽ ദൈവത്തിൻ്റെ ആത്മാവ് വസിക്കുകയാണ്. നമ്മൾ ഈ പാഠം പഠിക്കുന്നത് വഴി നമ്മുടെ മനസ്സിൽ ബോധ്യപ്പെടേണ്ട ഒരു കാര്യമുണ്ട്, ഞാൻ എൻ്റെ ദൈവത്തിൻ്റെ ആലയമാണ്, എന്നിൽ ദൈവാത്മാവ് വസിക്കുന്നു. വിശ്വസിക്കണം നമ്മൾ. ആത്മാവ് നമ്മളെ എടുത്തുപയോഗിക്കും. ഇനി ഈ ആത്മാവിനാൽ നയിക്കപ്പെടാൻ നമുക്ക് എങ്ങനെ പറ്റുക? എങ്ങനെ നമ്മൾ ആത്മാവിൻ്റെ ശബ്ദം കേൾക്കുക? ഒന്ന് പറഞ്ഞേ. നമ്മൾ ശബ്ദം കേൾക്കുന്നത്, ദൈവാത്മാവ് നേരിട്ട് സംസാരിക്കുന്നത് കേൾക്കുന്നവരുണ്ടാകാം, നമ്മളത് നോക്കി നിൽക്കേണ്ട ആവശ്യമില്ല. പക്ഷേ ആത്മാവ് തിരുസഭയിലൂടെ സംസാരിക്കും, പരിശുദ്ധ പിതാവിലൂടെ സംസാരിക്കും. തിരുസഭയുടെ മറ്റധികാരികൾ, നമ്മുടെ അഭിവന്യ പിതാവ്, നമ്മുടെ വികാരിയച്ഛൻ, നമ്മുടെ അവിടുത്തെ സിസ്റ്റേഴ്സ്, നമ്മുടെ മാതാപിതാക്കൾ, ഇവരിലൂടെയൊക്കെയാണ് ആത്മാവ് സംസാരിക്കുക. ഇനി ആത്മാവിൻ്റെ പ്രചോദനങ്ങൾ നമ്മൾ സ്വീകരിക്കണം. ഒരു പ്രാവശ്യം തള്ളിക്കളഞ്ഞാൽ പിന്നെ പെട്ടെന്ന് കേൾക്കാൻ എളുപ്പമല്ല. കാരണം പരിശുദ്ധാത്മാവിന് അങ്ങനെ ഒരു കാര്യമുണ്ട്. ഞാനൊരു ഉദാഹരണം നിങ്ങളോട് പറയാം. ഞങ്ങളൊക്കെ മധ്യസ്ഥ പ്രാർത്ഥന നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ ആത്മാവ് പലരെയും പലതിനു വേണ്ടി പ്രാർത്ഥിക്കാൻ തോന്നിപ്പിക്കും. എനിക്ക് തോന്നുന്നു നിങ്ങളുടെയൊക്കെ ചിലരുടെയൊക്കെ അനുഭവം കൂടിയായിരിക്കും. എൻ്റെ ഉള്ളിൽ തോന്നുകയാണ് ഏതെങ്കിലും ഒരു വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ. ഒരു സെക്കൻഡ് സമയം പരിശുദ്ധാത്മാവ് എനിക്ക് തരും. ഞാനത് പ്രാർത്ഥിച്ചില്ലെങ്കിൽ എനിക്ക് കേൾക്കാൻ പറ്റും അടുത്ത നിമിഷം എൻ്റെ കൂടെ ഇരിക്കുന്ന ഒരു സിസ്റ്റർ അതേ നിയോഗത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നത്. ഇതാണ് ആത്മാവിൻ്റെ പ്രചോദനത്തോട് നമ്മൾ സഹകരിക്കണം. ആത്മാവിനോട് പ്രാർത്ഥിച്ചു കൊണ്ടിരുന്ന് നമ്മളതിനോട് സഹകരിച്ചാൽ തെറ്റുവരില്ല. പരിശുദ്ധാത്മാവ് നമ്മളെ നയിക്കും. ഇതിൻ്റെ കൂടെ നമുക്ക് വേണ്ട അത്യാവശ്യം വേണ്ട ഒരു കാര്യമാണ്, തിന്മയിൽ നിന്ന് അകന്നു നിൽക്കണം, നമ്മൾ നന്മ ചെയ്യണം. ഈ പരിശുദ്ധാത്മാവിൻ്റെ ശബ്ദം നമ്മൾ ഇങ്ങനെയൊക്കെ സ്വീകരിക്കുകയാണെങ്കിൽ നമ്മൾ നന്മയെ ചെയ്യുള്ളൂ. പരിശുദ്ധാത്മാവിന് നിർബന്ധമാണ് തിന്മ ചെയ്യരുത്. ആത്മാവ് വസിക്കുന്ന എൻ്റെ ശരീരത്തെ കൊണ്ട്, എൻ്റെ നാവ് കൊണ്ട്, എൻ്റെ കണ്ണുകൊണ്ട്, എൻ്റെ കൈ കൊണ്ട്, കാലുകൊണ്ടൊന്നും തിന്മ ചെയ്യരുത്. അത് ആത്മാവിനെ വേദനിപ്പിക്കും. അപ്പം അതുകൊണ്ട് നമുക്ക് തിന്മയിൽ നിന്ന് അകന്നിരിക്കണം. നിങ്ങൾ ടെക്സ്റ്റ് ബുക്ക് ഒന്നെടുത്ത് പേജ് നമ്പർ 31 അതൊന്ന് അടിവരയിട്ട് വെക്കണേ. തിന്മയിൽ നിന്ന് അകന്നിരിക്കാനുള്ള ഓരോ പ്രചോദനവും പരിശുദ്ധാത്മാവ് നമ്മിൽ ഉണർത്തുന്നതാണ്. നമ്മൾ എന്തെങ്കിലും തെറ്റ് ചെയ്യാൻ പോകുമ്പോൾ വേണ്ട വേണ്ട അത് ചെയ്യണ്ട എന്നുള്ളിൽ തോന്നുന്നുണ്ടെങ്കിൽ ഉറച്ചു വിശ്വസിക്കണം, മോനെ നിന്റെ ഉള്ളിലിരുന്ന് പരിശുദ്ധാത്മാവ് പറയുകയാണ് മതിയെന്ന്. ഇനി ഒരു കാര്യം കൂടി നമുക്ക് പഠിക്കാനുണ്ട്. കൂദാശകളിലൂടെ ആത്മാവിനെ നൽകും. എത്ര കൂദാശകളുണ്ട്? 7. ഒന്നാമത്തെ കൂദാശ മാമോദീസ. അതിലൂടെയാണ് നമ്മൾ ദൈവത്തിൻ്റെ മകനും മകളുമായിട്ട് മാറുന്നത്. സ്ഥൈര്യലേപനം നിങ്ങളൊക്കെ സ്വീകരിച്ചതാണ്. പരിശുദ്ധാത്മാവ് നമ്മിൽ ഉണർന്നു പ്രവർത്തിക്കുന്ന, ഇറങ്ങി വരുന്ന സമയമാണ് സ്ഥൈര്യലേപന സ്വീകരണം.
പിന്നെ വിശുദ്ധ കുർബാനയിൽ എന്തായാലും നമുക്ക് പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കാൻ സാധിക്കും. വിശുദ്ധ കുംഭസാരം വഴി നമ്മൾ നഷ്ടപ്പെടുത്തിയ ദൈവീക ജീവൻ നമുക്ക് തിരിച്ചു കിട്ടുകയാണ്. വീണ്ടും അടുത്തത് രോഗീ ലേപനം. അതുവഴി നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, ചില രോഗികൾക്കൊക്കെ മരണാസന്നർക്ക് രോഗീലേപനം കൊടുത്താൽ ഉടനെ വൈകുന്നേരം ആകുമ്പോഴേക്കും അവരുടെ അസുഖം മാറിയിട്ടുണ്ടാവും, കുറച്ച് കുറഞ്ഞിട്ടുണ്ടാവും. കാരണം സഹനശക്തി, രോഗശാന്തി, പാപമോചനം ഇതൊക്കെ പരിശുദ്ധാത്മാവ് കൊടുക്കണതാ. ഇനി തിരുപ്പട്ടം എന്ന കൂദാശയിലോ നമ്മുടെ അച്ഛന്മാർക്കുള്ള എല്ലാ ശക്തിയും കഴിവും പ്രസംഗിക്കാനുള്ള ഗുണം എല്ലാം കൊടുക്കുന്നത് പരിശുദ്ധാത്മാവാ. വിവാഹം എന്ന കൂദാശയിലോ നിങ്ങളുടെ പപ്പയും അമ്മയും ഒക്കെ ഒരുമിച്ച് സന്തോഷത്തോടെ ജീവിക്കുന്നുണ്ടെങ്കിൽ അതിന് കാരണം പരിശുദ്ധാത്മാവർക്ക് കൃപ കൊടുത്തത് കൊണ്ടാണ്. 7 കൂദാശകൾ നമുക്ക് ഇന്നത്തെ ക്ലാസ് വഴി നമുക്ക് ലഭിക്കേണ്ട ബോധ്യം എന്താണെന്ന് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിക്കേ. ബോധ്യം, നമ്മൾ പല കാര്യങ്ങളും പഠിച്ചു. നിങ്ങൾ തനിച്ച് നിങ്ങളുടെ നോട്ട്ബുക്കിലൊന്ന് എഴുതി വെച്ചേ, എനിക്ക് ലഭിച്ച ബോധ്യം എന്താണ്? നോട്ട്ബുക്കിലൊന്ന് എഴുതി വെച്ചേ. 1, കൂദാശകൾ സ്വീകരിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് എന്നിൽ നിറയും. 2, എൻ്റെ സഹനങ്ങളിലും ബുദ്ധിമുട്ടുകളിലും പരിശുദ്ധാത്മാവ് എന്നെ നയിക്കും. ഇതാണ് നമുക്ക് ലഭിക്കേണ്ട ബോധ്യം. മറന്നു പോകരുത്. ഇനി നമ്മുടെ മനോഭാവം എന്തായിരിക്കണം? കൂദാശകൾ സ്വീകരിക്കാൻ താല്പര്യമുണ്ടാകണം. പ്രത്യേകിച്ചും വിശുദ്ധ കുംഭസാരം, വിശുദ്ധ കുർബാന സ്വീകരിക്കാൻ എപ്പോഴും ഒരു ദാഹമുണ്ടായിരിക്കണം. നമ്മൾ ശീലിക്കേണ്ടത് എന്താ? ശീലം. 1, മാസത്തിൽ ഒരിക്കലെങ്കിലും വിശുദ്ധ കുംഭസാരം നടത്തണം. 2, വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുമ്പോഴൊക്കെ യോഗ്യതയോടുകൂടി വിശുദ്ധ കുർബാന സ്വീകരിക്കാൻ വേണ്ടി ഒരു നിമിഷം അനുതപിച്ച് വിശുദ്ധ കുർബാന സ്വീകരിക്കണം. 2 കാര്യങ്ങൾ നോട്ട്ബുക്കിൽ എഴുതി വെക്കണം. മാസത്തിലൊരിക്കൽ വിശുദ്ധ കുംഭസാരം നടത്തണം. 2, വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുമ്പോഴൊക്കെ വിശുദ്ധ കുർബാന സ്വീകരിക്കണം. ഇനി ഇന്നത്തെ ഒരു ആക്ടിവിറ്റി ഉണ്ട്, നോട്ട്ബുക്കിൽ എഴുതി വെക്കണേ, മറന്നു പോകരുത്. നടപടി 2-ാം അധ്യായം 1 മുതൽ 21 വരെയുള്ള തിരുവചന ഭാഗം ഇന്ന് തന്നെ, സാധ്യമാകുന്നിടത്തോളം ഇന്ന് തന്നെ നിങ്ങളുടെ കുടുംബ പ്രാർത്ഥനയുടെ തുടക്കത്തിൽ ഉറക്കെ വായിക്കണം. എന്നിട്ട് അതിൽ നിങ്ങളെ സ്പർശിച്ച ഒരു തിരുവചനം നോട്ട്ബുക്കിൽ എഴുതണം. കുടുംബ പ്രാർത്ഥനയ്ക്ക് ശേഷം ഫോട്ടോ എടുത്ത് ടീച്ചറിന് അയച്ചു കൊടുക്കണം. ചെയ്യില്ലേ? ചെയ്യണം. ഈശോ എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.